ജമാഅത്തെ ഇസ്ലാമി അവരുടെ മുൻ നിലപാട്, അതായത് മതരാഷ്ട്രം എന്ന ഹുക്കുമത്തെ ഇലാഹി എന്നുള്ളത് ഇഖാമത്ത് ദീനിലേക്ക് മാറ്റി എന്നുള്ളത് 70കളിൽ മാറ്റിയ ഒരു കാര്യമാണ്. നമുക്ക് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി LDFനെ പിന്തുണച്ചു. അന്ന് ദേശാഭിമാനി ഈ നീക്കത്തിനെ ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് എഡിറ്റോറിയൽ എഴുതി. ഒന്നാമത്തെ കാര്യം. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഇപ്പോൾ അഭിലാഷിന് വളരെ എന്നേക്കാൾ കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന കാര്യം ഒരുപക്ഷെ UDF ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും LDF ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പിന്തുണ ആർക്ക് എന്നുള്ളത് അറിയിക്കുകയും അത് വലിയ വാർത്തയാവുകയും ചെയ്യുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സാഹചര്യത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ്. അവർക്ക് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം കിട്ടുക, അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടുക എന്നുള്ള വലിയ ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം തന്നെയാണ്. പിന്നെ അവരുടെ മുൻപുള്ള നിലപാടുകൾ മാറ്റിയോ ഇല്ലയോ എന്നുള്ള പ്രശ്നം. അവർ ഇപ്പോൾ അവകാശപ്പെടുന്നത് പല കാര്യങ്ങളിലും അവർ ഇപ്പോഴത്തെ ജനാധിപത്യ സംവിധാനവുമായി ചേർന്നും തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാകാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകളെ, അവരുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നമ്മുടെ സമൂഹത്തിൽ തന്നെ മറ്റൊരു വിഭാഗം എങ്ങനെ കാണുന്നു എന്നുള്ളതൊരു പ്രശ്നമാണ്. പണ്ട് ജമാഅത്തെ ഇസ്ലാമി LDFന് പിന്തുണ കൊടുത്തിരുന്നു, സത്യമാണ്. പക്ഷേ അന്നത്തുള്ളതുപോലെയുള്ള വ്യാഖ്യാനങ്ങളാണോ ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ രാഷ്ട്രീയത്തിനും ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്? അതിനെ മറ്റൊരു വിഭാഗം, അതായത് ഒരിടത്ത് ധ്രുവീകരണത്തിന് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ വലിയ ശക്തിയിൽ ഇപ്പുറത്ത് ധ്രുവീകരണം ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ന് ജമാഅത്തെ ഇസ്ലാമി ഉയർത്തുന്ന പ്രശ്നം അത് ആർക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വലിയ ബാധ്യതയാകും. ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ട്, സ്വന്തം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഭരണഘടനയിൽ എഴുതി വെച്ചുകൊണ്ട് ആർക്കും ധ്രുവീകരണവും വിഘടനവാദവും ഒന്നും പറയാൻ കഴിയില്ല. അവരത് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഒളിച്ചുകടത്തലാണല്ലോ പിന്നീട് സംഭവിക്കുന്നത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടനയിൽ ഞങ്ങൾ വിഘടനവാദത്തിനും ഞങ്ങൾ ധ്രുവീകരണത്തിനും വേണ്ടി ശ്രമിക്കും, ഞങ്ങൾ ഈ മതപരമായ കാര്യങ്ങൾ മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഒളിച്ചു കടത്തിയിരുന്ന അതേ ആശയങ്ങൾ പുതിയ മുഖമെടുത്താണ്. അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ മുൻ നിലപാട്, അതായത് മതരാഷ്ട്രം എന്ന ഹുക്കുമത്തെ ഇലാഹി എന്നുള്ളത് ഇഖാമത്ത് ദീനിലേക്ക് മാറ്റി എന്നുള്ളത് 70കളിൽ മാറ്റിയ ഒരു കാര്യമാണ്. നമുക്ക് 1996 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി LDFനെ പിന്തുണച്ചു. അന്ന് ദേശാഭിമാനി ഈ നീക്കത്തിനെ ജമാഅത്തെ ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ട് എഡിറ്റോറിയൽ എഴുതി. ഒന്നാമത്തെ കാര്യം. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFനായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ LDFനായിരുന്നു, 2 മണ്ഡലങ്ങളിൽ ഒഴികെ. അതുപോലെ തന്നെ 2011 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനായിരുന്നു പിന്തുണ. അന്ന് ഈ രമേശ് ചെന്നിത്തലയുടെ കാര്യം പറഞ്ഞില്ല. അന്ന് രമേശ് ചെന്നിത്തല KPC പ്രസിഡന്റ്. രമേശ് ചെന്നിത്തല ജമാഅത്തെ ഇസ്ലാമി LDF ബാന്ധവത്തെ വിമർശിച്ചു. അന്ന് പിണറായി വിജയൻ അന്ന് CPM സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം എന്താണ്, ഒരു സംഘടനയുടെ നേതാക്കൾ ഞങ്ങളെ വന്ന് കണ്ടാൽ ഇത്ര വലിയ പ്രശ്നമാണോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ആലപ്പുഴ പ്രസ് ക്ലബിൽ തോമസ് ഐസക് വിജയരാഘവൻ പറഞ്ഞെന്തറിയാമോ? വിജയരാഘവൻ പറഞ്ഞത് ഇവര് എല്ലാവരും, കാവ്യ എടുത്തവരും അല്ലാത്തവരും എല്ലാവരും പാർട്ടി ഓഫീസിൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ വരും, അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റി ഓഫീസിൽ വരും. അതിനിപ്പോ എന്താ പ്രശ്നം? ഞാൻ പറയുന്ന ഒരു കാര്യം, പണ്ട് ഏതായിരുന്നു വർഷം പറഞ്ഞത്? LDFന് പിന്തുണ പല വർഷങ്ങളിൽ 2011 2006 ഏത് വർഷമാണെങ്കിലും അന്ന് വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ LDFന് എന്ന് പറഞ്ഞൊരു പ്രസ്താവന വന്നു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 6 വരിയിൽ വരുമായിരുന്ന ഒരു വാർത്ത ഇന്നത്തെ സാഹചര്യം അതാണോ? തലക്കെട്ട് വലിയ വാർത്ത, വലിയ രീതിയിലുള്ള അതിന് മാനങ്ങൾ മാറി. ഞാൻ 2006 കുറിച്ച് ഓർക്കും. 2006 ഏറ്റവും വലിയ സർപ്രൈസ് കുറ്റിപ്പുറത്തായിരുന്നു. KT ജലീൽ PK കുഞ്ഞാലിക്കുട്ടിയെ അട്ടിമറിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ KT ജലീൽ ആദ്യം ചെല്ലുന്നത്, പിറ്റേ ദിവസം രാവിലെയോ അന്ന് തന്നെയോ ആദ്യം ചെല്ലുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറ സെന്ററിലേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയും CPM കൂടിയാണ് കുഞ്ഞാലിക്കുട്ടിയെ വീഴ്ത്തിയത് കുറ്റിപ്പുറത്ത്. അത്തരം സാഹചര്യങ്ങളിൽ കുറ്റിപ്പുറം പോലൊരു മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വോട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ വോട്ട് എണ്ണത്തേക്കാൾ കൂടുതൽ വലിയ പ്രചരണങ്ങൾ നടത്തുന്നതിന് അല്ലെങ്കിൽ ചില ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി വളരെ രീതിയിലുള്ള ശരിയാണ്. കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് എത്ര വോട്ടുണ്ട്, അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന എത്ര വോട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ വിവാദങ്ങളെയും വാർത്തകളെയും സാധൂകരിക്കാൻ പോകുന്ന വോട്ട് ബലമൊന്നും അവർക്കില്ല. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണല്ലോ സാമുദായിക ഇക്വേഷൻസ് മുഴുവനും അതിൽ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ട്രയൽ പീരീഡ് എന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകാം.